ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ്, മലയിലെ പ്രസംഗം. ഈശോ സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിച്ച ആ മലമുകളിലേക്കാണ് നാം പോകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, ഇവിടെ കാണുന്ന എല്ലാ പഠനങ്ങളും ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് തൻ്റെ ചുറ്റും ഒത്തുകൂടിയ വന്നു ചേർന്ന ആൾക്കാരെ പഠിപ്പിച്ചത് ഈ മലമുകളിൽ വെച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒത്തിരിയേറെ സുവിശേഷ സത്യങ്ങൾ ഈശോ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ ചുറ്റും കൂടിയ ജനത്തെ ഈശോ പഠിപ്പിച്ചത്, അവരോട് വചനം പ്രഘോഷിച്ചത് ഈ മലമുകളിൽ വെച്ചാണ്. എങ്കിലും ഏറ്റവും കൂടുതലായി ഈശോ പഠിപ്പിച്ചത് ഈ ദേവാലയം നിൽക്കുന്ന സ്ഥലത്ത് വച്ചാണ്. ഇന്ന് ഈ ദേവാലയം നിൽക്കുന്നത് ഈശോ പഠിപ്പിച്ച ആ സ്ഥലത്തിന് മുകളിലാണ്. വളരെ മനോഹരമായ ഈ കുന്നുംപുറം, അത് മുഴുവൻ ഈശോയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ ഗലീലി കടൽ തീരത്തോട് ചേർന്ന് ഗലീലി കടലിനെ മുട്ടിയുരുമി നിൽക്കുന്ന ഒരു കുന്നൻ പുറമാണ് ഈ മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ്. ഇപ്പം നമ്മൾ ഈ ദേവാലയത്തിന് ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് ഈശോ ശിഷ്യന്മാരെ ചുറ്റും ഇരുത്തി പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ ദേവാലയത്തിൻ്റെ അൾത്താര നിൽക്കുന്ന ഭാഗത്ത് ആയിരുന്നു ഈശോ ഇങ്ങനെ പഠിപ്പിച്ചത്. ഇപ്പം നമ്മൾ ഈ ദേവാലയത്തിനുള്ളിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമായ ഈ ദേവാലയം, അതിന് 8 സൈഡുകളുണ്ട്, 8 വശങ്ങൾ, 8 സുവിശേഷ ഭാഗ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന 8 വശങ്ങൾ ഈ ദേവാലയത്തിന് ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ ഉൾവശമാണ്. ഈ അൾത്താര നിൽക്കുന്ന ഭാഗത്തായിരുന്നു ഈശോ മിക്കപ്പോഴും ഇരുന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. മുമ്പ് സൂചിപ്പിച്ച ദേവാലയത്തിൻ്റെ 8 വശങ്ങൾ, അവയുടെ പുറത്തുനിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നാം കാണുന്നത്. ഈശോയുടെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട സുവിശേഷ പ്രഘോഷണങ്ങൾക്കും പഠിപ്പീരിനും സാക്ഷ്യം വഹിച്ച ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുന്നിൻപുറമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ സുവിശേഷ ഭാഗ്യങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒരു വ്യക്തിക്ക് സാധിച്ചാൽ അതായിരിക്കും നമുക്ക് ഈ ജീവിതത്തിൽ കൈവരിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം. നമുക്ക് ഒന്ന് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. അതിനുള്ള ദൈവിക കൃപകൾ, വരങ്ങൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഈ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മളിൽ ഓരോരുത്തരിലും ഫലമണിയട്ടെ, ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.